എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ മെയ് മാസത്തിൽ 1, 2, 3, 4, 5, 6 ഗ്രഹങ്ങളോളം രാശി മാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് അഖണ്ഡ സാമ്രാജ്യ യോഗം, ലക്ഷ്മി യോഗം, അതുപോലെ തന്നെ രാജയോഗം, അതുപോലെ സരസ്വതി യോഗം, അതുപോലെ തന്നെ ഭാഗ്യയോഗം എന്നിങ്ങനെയുള്ള യോഗങ്ങൾ ഈ മാസങ്ങളിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടിയിൽ നിന്നും മനസ്സിലാകുന്നത്. 2025 മെയ് മാസം 6-ാം തീയതി ബുധൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ബുധൻ മേടം രാശിയിലേക്ക് വരുന്നു. ബുധൻ മെയ് 14-ാം തീയതി സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 14-ാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 18-ാം തീയതി രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നു. മെയ് 18-ാം തീയതി കേതു ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നു. മെയ് 31-ാം തീയതി ശുക്രൻ മേടൻ രാശിയിലേക്ക് വരുന്നു. ശുക്രൻ. അപ്പോൾ എത്ര ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് എന്ന് ഈ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായ ഡേറ്റും പറയുന്നുണ്ട്. അത് ഒന്നുകൂടി പറയുന്നു. മെയ് 6 ബുധൻ മേടൻ രാശിയിലേക്ക്, മെയ് 14-ാം തീയതി സൂര്യൻ ഇടവൻ രാശിയിലേക്ക്, മെയ് 14-ാം തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക്, മെയ് 18-ാം തീയതി രാഹു കുംഭൻ രാശിയിലേക്ക്, കേതു ചിങ്ങൻ രാശിയിലേക്ക്, ശുക്രൻ മേടൻ രാശിയിലേക്ക്. അപ്പോൾ ശുക്രനും ബുധനും ഒരു രാശിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് പൊതുവെ ധനയോഗം, അതിശക്തമായിട്ടുള്ള ഭാഗ്യയോഗങ്ങളും അതുപോലെ തന്നെ ലക്ഷ്മി യോഗവും സംഭവിക്കുന്ന ഒരു രാശിയിലാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം വരാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മളിന്ന് രാശിമാറ്റത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, ഈ ശുക്രനും ബുധനും ആദിത്യനും ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പം ഓരോരോ രാശിയിലേക്ക് മാറി 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 വരും. അപ്പം ബുധനും ശുക്രനും ആദിത്യനും ഓരോ മാസത്തിൽ ഇങ്ങനെ മാറി മാറി വരുന്നതിൻ്റെ ഒരു ഫലസിദ്ധി അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാതകത്തിൽ പൊതുവായിട്ടുള്ളൊരു ഫലം പറഞ്ഞങ്ങോട്ട് പോകുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ഗുണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം, മേടൻ രാശിക്കാർക്ക് മെയ് മാസത്തിൽ ഇന്ന ഫലം, ഇന്ന ഗുണങ്ങളുണ്ടാകും, ഇന്ന ദോഷങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാലും ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ രാശി പകർച്ചയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ശുക്രൻ 12 മാസത്തിലൊരിക്കൽ മാത്രമേ മേടൻ രാശിയിൽ വരത്തുള്ളൂ. ധനത്തിൻ്റെ കാരകൻ, അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെ ഒരു മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഗ്രഹമായിട്ടുള്ള ശുക്രഗ്രഹം 12 മാസത്തിലൊരിക്കൽ മാത്രമേ അശ്വതി ഭരണി കാർത്തിക കാലിലേക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ബുധനും 12 മാസത്തിലൊരിക്കൽ വരും മേടൻ രാശിയിലേക്ക്. അപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ കണക്കൂട്ടലിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം 25 ദിവസം 26 ദിവസമൊക്കെ കൂടുമ്പോഴാണ് രാശിമാറ്റം വരുന്നത്. സൂര്യൻ 30 ദിവസം കൊണ്ട് ഓരോരോ രാശികളിലേക്കും വരും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടവമാസം 1-ാം തീയതി മുതൽ ഇടവമാസം 30-ാം തീയതി വരെ മാത്രമേ വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ഇപ്പം മകയിരത്തരയും കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തര വരുന്ന ഇടവക്കാർക്ക് ആദിത്യൻ ഒരു വർഷത്തേക്ക് നമുക്കിവിടെ വരത്തുള്ളൂ. നിങ്ങളുടെ 4-ാം ഭാവാധിപനാണ് ആദിത്യൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രഹങ്ങളുടെ രാശിമാറ്റ പ്രകാരം കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഫലസിദ്ധികളാണ് പറയാൻ പോകുന്നത്. ഈ വർഷം 2025 മെയ് മാസത്തോടു കൂടി ഒരുപാട് നക്ഷത്രക്കാർക്ക് ഐശ്വര്യം ഉണ്ടാകാനും ധനയോഗം ഉണ്ടാകാനും സർവഭാഗ്യം ഉണ്ടാകാനും, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ തടസ്സമുള്ളത് ആ തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും, തൊഴിൽപരമായിട്ടും വിദ്യാപരമായിട്ടും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞു മാറുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടി പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ലോ, രാശി എഴുതി വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നു, അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറുകാർക്ക് ശുക്രൻ ഈ വരുന്ന മെയ് 31-ാം തീയതി കൂടിയേ വരത്തുള്ളൂ. ഒരു മാസത്തേക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു മാസത്തേക്ക് മെയ് 31 മുതൽ ജൂൺ 31 വരെ ശുക്രൻ്റെ രാശിമാറ്റം വരാൻ പോകുന്നുണ്ട്. മെയ് 6-ാം തീയതി ബുധൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ശനി നിലവിൽ 12-ലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറുകാർക്ക് ശനി 12-ലാണ്, ചൊവ്വ 4-ലാണ്.
നീചഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബാക്കി ചന്ദ്രനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല, ഗുളികനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അതിങ്ങനെ രാശി മാറിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ആ ഗ്രഹത്തെ അടയാളപ്പെടുത്താത്തത്. ചന്ദ്രൻ ഒരു 28 ദിവസം കൊണ്ട് ഇത്രയും രാശികൾ കടക്കും. അപ്പോൾ ചന്ദ്രൻ്റെ സ്പീഡ് നമ്മൾ ചിന്തിച്ച് നോക്കണം. സൂര്യൻ ഒരു വർഷം കൊണ്ടേ വരത്തുള്ളൂ, ശുക്രനും ബുധനും ഒരു വർഷം കൊണ്ട് ഇത്രയും രാശി കടക്കത്തുള്ളൂ. അതുപോലെ തന്നെ വ്യാഴം 12 വർഷം കൊണ്ടേ ഇത്രയും രാശി കടക്കത്തുള്ളൂ. ചൊവ്വ 2.5 മാസം കൊണ്ട് ഓരോ രാശി കടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം, ചൊവ്വ ഇവിടെ ആയിരിക്കുന്നത് 2.5 മാസം കഴിയുമ്പോഴത്തേക്കിന് ആൾ ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞ് 2.5 മാസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞ് 2.5 മാസം കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പം നമുക്കറിയാൻ പറ്റും ഒരു വർഷത്തിൽ എത്ര മാറ്റമുണ്ട്. കൂടി വന്നു കഴിഞ്ഞാൽ 5 മാറ്റം വരുമായിരിക്കും. അപ്പോൾ രാഹു കേതുക്കൾ 1.5 വർഷം കഴിയുമ്പോഴത്തേക്കിനെ ഒരു രാശിയിൽ നിന്നും വേറൊരു രാശിയിലോട്ട് മാറത്തുള്ളൂ. ശനി 2.5 വർഷം കഴിയുമ്പോഴേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറത്തുള്ളൂ, ഏത് രാശിയിലാണോ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ രാശി മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും വളരെയധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ്. പ്രധാനമായിട്ട് ശനിയും വ്യാഴവുമാണ് പതുക്കെ സഞ്ചരിക്കുന്നത്. ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നത് ശനിയും, അതിൽ കുറച്ച് വരുന്നത് വ്യാഴവുമാണ്. 12 വർഷം കൊണ്ടേ വ്യാഴം ഇങ്ങനെ രാശി മാറത്തുള്ളൂ. അദ്ദേഹം ശനി 30 വർഷം എടുക്കും ഓരോ രാശിയിലേക്ക് വരാൻ. അതുകൊണ്ടാണ് ശനിയുടെ രാശി മാറ്റം അതിശക്തമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുന്നതെന്ന് ആൾക്കാരോട് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇപ്പോൾ സൂര്യൻ നമുക്ക് ഇടവൻ രാശിക്കാർക്ക് ഇവിടെ വരാൻ പോകുന്നു എന്ന് മെയ് 14-ാം തീയതി വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് 12 മാസത്തിലൊരിക്കൽ 30 ദിവസം സൂര്യൻ എന്നോടൊപ്പം ഉണ്ടാകും. അതായത് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന ഇടവക്കൂറുകാർ വിചാരിക്കേണ്ട എന്താണ്, സൂര്യൻ ഇവിടെ വരുന്നു, എനിക്ക് വ്യാഴം 2-ാം ഭാവത്തിലാണ്, ശുക്രനും ബുധനും 12-ാം ഭാവത്തിലാണ്, ചൊവ്വ 3-ാം ഭാവത്തിലാണ്, അതുപോലെ തന്നെ കേതു 4-ാം ഭാവത്തിലാണ്, രാഹു കർമ്മസ്ഥാനത്താണ്, ശനി 11-ലാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോ ഗ്രഹസ്ഥിതിക്കാരും നിങ്ങളുടെ ഓരോ രാശിയിലാണ് എന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഏത് രാശി ഏത് കൂറുകാരാണ് ഇത് കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നത്. ഇനി ഒന്നുകൂടി ഇത് പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്നതിന് ശേഷം ഇതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ബുധനും ശുക്രനും ജന്മത്തിൽ, അതായത് ലഗ്നത്തിൽ നിൽക്കുന്നു. ചന്ദ്രലഗ്നം, ഇവിടെ ചന്ദ്രൻ വരുന്നു, നിങ്ങളുടെ ചന്ദ്രൻ വരുന്നിടത്ത് ബുധനും ശുക്രനും നിൽക്കുന്നു. നിങ്ങൾക്ക് ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു, സഹോദരസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു, ഗൃഹസ്ഥാനത്ത് വാഹനസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോണം, അശ്വതി ഭരണി കാർത്തിക 5-ാം ഭാവം മനസ്ഥാനത്ത് സന്താനസ്ഥാനത്ത് കേതു നിൽക്കുന്നു. 6-ാം ഭാവം ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തും ഗ്രഹങ്ങളൊന്നുമില്ല. 7-ാം ഭാവമായിട്ടുള്ള ഭാര്യാസ്ഥാനമായിട്ടുള്ളിടത്ത് ഗ്രഹമൊന്നുമില്ല. അഷ്ടമസ്ഥാനത്ത് ഗ്രഹമൊന്നുമില്ല. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ഗ്രഹമില്ല. അതുപോലെ തന്നെ നമുക്ക് കർമ്മസ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ലാഭസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്. 12-ാം ഭാവം നഷ്ടസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഗ്രഹങ്ങൾ മാറി വരുമ്പോൾ ഇവിടെ ഗുളികനും ചന്ദ്രനും ഒക്കെ മാറി മാറി വരാം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ മെയ് മാസത്തിൽ ഈ പറഞ്ഞ സ്ഥിതിയാണ് നമുക്കുള്ളത്. ഇതിൽ നിന്നും നമ്മൾ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി പറയുന്നു. അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ബുധശുക്ര യോഗം വരുന്നതോടുകൂടി ലക്ഷ്മി യോഗം സംഭവിക്കുകയും ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും സർവൈശ്വര്യം ഉണ്ടാവുകയും സർവഭാഗ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ആകർഷത്വവും വസ്ത്ര ആഭരണാദി ലാഭങ്ങൾ ഉണ്ടാവുകയും പണയം വെച്ചിട്ടുള്ള സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാനും അല്ലെങ്കിൽ പുതുതായിട്ട് സ്വർണ്ണമൊക്കെ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഭൂമി യോഗം ഉണ്ടാകുന്നതിനും ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനൊക്കെ വളരെയധികം നല്ലതാണെന്നും പഠിക്കുന്ന കുട്ടികൾക്ക് ബുധന്റെ വരവോടുകൂടി നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള വിദ്യാപുരോഗതി സർവഭാഗ്യം അതുപോലെ തന്നെ തൊഴിൽ നേടാൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ശക്തമായിട്ട് അതിനൊരു ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് പറയാനുള്ളത്. ബുധൻ നിങ്ങൾക്ക് 6-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനുമാണ്. അതുകൂടാതെ ശുക്രൻ ധനാധിപനും നിങ്ങൾക്ക് 7-ാം ഭാവാധിപനുമാണ്. 7-ാം ഭാവാധിപൻ നല്ല ഗ്രഹമാണ്. അതുപോലെ തന്നെ 7-ാം ഭാവത്തെ കൊണ്ടാണ് ഭാര്യ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ശുക്രൻ 7-ാം ഭാവ അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് മംഗല്യ യോഗം ഉണ്ടാകും. ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണമൊക്കെ ശ്രമിക്കുന്നവർക്കുണ്ടെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ശ്രമിക്കാം. അതുപോലെ സ്നേഹിച്ച് നിൽക്കുന്നവർക്ക് മംഗല്യത്തിലേക്ക് കടക്കുന്നതിന് ഒരു നല്ല സമയമാണ്. പ്രേമബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പ്രേമം തുറന്നു പറയാൻ പറ്റുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന യുവാക്കൾക്ക് മംഗല്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാട്രിമോണിയലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ശ്രമിക്കാനുള്ള ഏതൊരു കാര്യത്തിനും അതിശക്തമായ അനുകൂല ഫലമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പിണങ്ങി നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഇപ്പോൾ പിണക്കം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ തൊഴിൽ പുരോഗതി, ധനപുരോഗതി, ഐശ്വര്യം, ഭാഗ്യം എന്നിവ ഉണ്ടാകും എന്നുള്ളതാണ് മേടക്കൂറുകാർക്ക് പറയാനുള്ളത്. അപ്പോൾ മേടക്കൂറുകാർ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, വ്യാഴം 3-ാം ഭാവത്തിലേക്ക് മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ മേടലഗ്നാധിപനായിട്ടുള്ള ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം വാഹനം കൊണ്ടുള്ള ആപത്തുകൾ, ഗൃഹനിർമ്മാണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിർത്തി വെച്ചേക്കുവാണെങ്കിൽ ഇപ്പോൾ ആരംഭിക്കേണ്ട. ഒരു 2 മാസം കൂടെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാം. പുതുതായിട്ട് വാഹനമൊക്കെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഉടനെ ചിന്തിക്കേണ്ട എന്നുള്ളതാണ് ഈ ഫലം പറയാനുള്ളത്. മനസ്സിന് വിഷമമുണ്ടാകുന്ന സംഗതികളും വന്നു ചേരാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള വലിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സന്താനങ്ങൾക്ക് ഇച്ചിരി ദുരിതം ഉണ്ടാകുന്ന ഒരു സമയമാണെന്നുകൂടി മനസ്സിലാക്കണം. എത്ര? 1.5 വർഷത്തേക്ക്. 2025 മെയ് മാസം 18-ാം തീയതിയാണ് കേതു ഇങ്ങോട്ട് മാറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഈ വരുന്ന 1.5 വർഷത്തേക്ക് രാഹു ചിങ്ങൻ രാശിയിലുണ്ടാവും. അപ്പം മനക്ലേശം ഉണ്ടാകുന്ന സംഗതികളും ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും, സന്താനങ്ങൾക്ക് ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തീർത്ഥാടന യാത്രയൊക്കെ പോകാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് ഈ രാശി പ്രകാരമുള്ള ഫലസിദ്ധി മേടൻ കൂറുകാർക്ക് പറയുന്നത്. അനുകൂലമായിട്ടുള്ള ഫലവും പറഞ്ഞു, നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ഫലവും പറഞ്ഞു. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കർമാധിപനായിട്ടുള്ള ശനിയെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലാഞ്ജന വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുക, എള്ളുപായസ നിവേദ്യം നടത്തുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക്, മേടക്കൂറുകാർക്കായിട്ടുള്ള അശ്വതിയുടെ കേതുർദശയിലാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഹോമം ചെയ്യുക, നീലാഞ്ജന വിളക്ക് കത്തിക്കുക, ശനീശ്വര പൂജ നടത്തുക, ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്ത മന്ത്രാർച്ചന നടത്തുക, ജലധാര നടത്തുക, നെയ്വിളക്ക് നടത്തുക. ഇങ്ങനെയുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ മാറുകയും ഗണപതി ഹോമം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും. അപ്പം മേടക്കൂറുകാരുടെ ഫലമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് മിഥുനക്കൂറിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മെയ് 14-ാം തീയതിയോടെ 2 മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പറയുവാണെങ്കിൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴം ജന്മത്തിലേക്ക് വരുന്നു. നിങ്ങൾ മിഥുനക്കൂറുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, 12 വർഷത്തിലൊരിക്കൽ മാത്രമേ മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാരായിട്ടുള്ള നിങ്ങൾക്ക് വ്യാഴം ഇവിടെ വരത്തുള്ളൂ. 2025 മുമ്പായിട്ട് 12 വർഷം പുറമോട്ട് കുറച്ച് കഴിയുമ്പോൾ 2025 12 വർഷം കുറയ്ക്കുമ്പോൾ 2013 ഇവിടെ ഇരുന്നത്, വ്യാഴം നിന്നിരുന്നത്. ഇനി ഇവിടുന്ന് മാറിയാൽ 2037 തിരിച്ചു വരത്തുള്ളൂ. ഈ വർഷം തന്നെ വ്യാഴത്തിനൊരു ചെറിയ രാശിമാറ്റം വരുന്നുണ്ട്, കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട് കുറച്ചു കാലത്തേക്ക്, പിന്നെ തിരിച്ച് വക്രത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. 365 ദിവസവും ഇവിടെ തന്നെ ഇപ്പം നിൽക്കത്തില്ല, ഇങ്ങോട്ട് മാറ്റം വരുന്നുണ്ട്, അത് പിന്നീട് പറയാം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനക്കൂറുകാർ ചിന്തിക്കേണ്ട ഒരു വിഷയം, എനിക്ക് മിഥുനക്കൂറുകാരൊക്കെയാണ് മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാർ. വിചാരിക്കണം, എനിക്ക് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ വ്യാഴം ഇങ്ങോട്ട് മാറുകയുള്ളൂ. അപ്പം വ്യാഴം എൻ്റെ അടുത്തേക്ക് വരുന്നു, എൻ്റെ മുമ്പിൽ വരുന്നു, എൻ്റെ കൂടെ ഉണ്ടാകും. വ്യാഴം സർവേശ്വരകാരകൻ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എന്താ പറയാൻ പറ്റാത്തത്? എല്ലാം പറയാൻ പറ്റും. സർവ്വ ഐശ്വര്യം, വമ്പിച്ച ധനം, വിദ്യാഗുണം, ബുദ്ധി, സന്തോഷം, അതുപോലെ തന്നെ സത്വാക്കുകൾ ഉണ്ടാവുക, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, തൊഴിൽ പുരോഗതി ഉണ്ടാവുക, അതുപോലെ ധനപുരോഗതി ഉണ്ടാവുക, പഠിക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാവുക, മേൽഗതി ഉണ്ടാവുക, കിട്ടാതെ കിടക്കുന്ന ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക, വസ്തു വിൽപ്പനാദി സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞു മാറുക, ഭാഗ്യവർദ്ധന ഉണ്ടാവുക, നമുക്ക് എന്തെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതും ഉത്തമമായിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ മാസം, ഒരു മാസത്തേക്കേ ഉള്ളൂ, 12-ലാണ് നിൽക്കുന്നത്. 3-ാം ഭാവാധിപതി 12-ൽ നിന്ന് കഴിഞ്ഞാൽ സഹോദരന്മാർക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ചെറിയ ധനനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അല്ലെങ്കിൽ സഹോദരന്മാർ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിച്ചിട്ട് നിൽക്കുന്നവർ, വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. എങ്കിലും സഹോദരന്മാർ ദൂരസ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടുള്ള ഒരു വിഷമസ്ഥിതിയും അവിടെ പറയാൻ പറ്റും. അതുകൂടാതെ മിഥുനക്കൂറുകാർക്ക് കേതു 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഗുണഫലവും ദോഷഫലവും ഒരുപോലെ പറയുന്നുണ്ട്.
സഹോദര സ്ഥാനത്തുള്ളവർക്ക് പലവിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്, സ്വത്ത് തർക്കങ്ങളൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അങ്ങനെ വരുന്ന കാര്യത്തെ നമുക്ക് ആ സമയത്തൊന്ന് ക്ഷമയോടുകൂടി പരിഹരിക്കാം. നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, നിങ്ങൾക്ക് 11ാം ഭാവാധിപതിയും 6ാം ഭാവാധിപതിയുമായിട്ടുള്ള ചൊവ്വ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളും പാഴ്ചെലവുകളും ഒക്കെ വർദ്ധിക്കുന്നതിനുള്ള കാര്യങ്ങളുണ്ടാവും. രോഗാരിഷ്ടതകൾ ഉണ്ടായിക്കൊണ്ട് ആശുപത്രികളിലൊക്കെ കുറച്ച് കാശുകളൊക്കെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുറച്ച് ലാഭസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് അനുകൂല ഫലവും പറയുന്നുണ്ട്, പ്രതികൂല ഫലം ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ് പറയുന്നത്, ചൊവ്വയുടെ സ്ഥാനസ്ഥിതി എങ്ങനെയാണ് കാണുന്നത്. കൂടാതെ കർമ്മരാശിയിൽ നിങ്ങൾക്ക് ശനി സഞ്ചരിക്കുകയാണ്. അപ്പം കണ്ടകശനിയുള്ള സമയമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതിയും ശനിയുടെ സ്ഥിതിയും കേന്ദ്രഭാവത്തിൽ ശനി വന്നതുകൊണ്ട്, 10ാം ഭാവത്തിൽ ശനി വന്നതുകൊണ്ട്, 9ാം ഭാവാധിപനായതുകൊണ്ടും നമുക്ക് ശനിയുടെ ദോഷം. ഒരുപാട് പേര് ഞാനങ്ങനെ മിഥുനക്കൂറുകാരുടെ ഫലം പറയുമ്പോൾ നിങ്ങൾക്ക് ശനി എവിടെ വരുന്നു, അവർക്ക് കണ്ടകശനി എന്ന് പഠിച്ചു വെച്ചിരിക്കുന്നവരോട് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശനിയുടെ സ്ഥിതി അനുസരിച്ച് വേണം അതിൻ്റെ ഫലസ്ഥിതി പറയാൻ. മിഥുനക്കൂറുകാർക്ക് ഭാഗ്യാധിപനും കൂടിയാണ് ശനി. ഭാഗ്യാധിപനാണ് കർമ്മസ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കർമ്മപുരോഗതി ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം മിഥുനക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണു പൂജ ചെയ്യുക, തുളസിമാല ചാർത്തുക, വെണ്ണ നിവേദ്യം നടത്തുക, പാൽപ്പായസം നിവേദ്യം നടത്തുക, കദളിപ്പഴ നിവേദ്യം നടത്തുക, അതുപോലെ തന്നെ അഷ്ടോത്തര ശതനാമാവലി ചെയ്യുക, വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുക, ഏതെങ്കിലും വൈകുണ്ഠ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാകും. ചൊവ്വയുടെ ദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന്, ചൊവ്വ ധനസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ പരിഹാരം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുംപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക. 3ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. 12ൽ ആദിത്യം നിൽക്കുന്നത് കൊണ്ട് ശിവഭജനം ചെയ്യുക. കർമ്മരാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് നീലാഞ്ജന വിളക്ക്, എള്ളുപായസം, ഹനുമാൻ സ്വാമി പൂജകൾ ചെയ്യുന്ന വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെ എല്ലാ വഴിപാടുകളൂടെ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വഴിപാടുകൾ ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുത്ത് മനസ്സോടുകൂടി ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മിഥുനക്കൂറുകാരുടെ ഫലവും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇടവക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാര്യം മിഥുനക്കൂറുകാരുടെ ഫലം പറഞ്ഞിട്ടേ ഈ ഇടവക്കൂറുകാരുടെ കാര്യം പറയാനൊക്കത്തുള്ളൂ. അതിൻ്റെ കാരണം ഇപ്പോൾ പറയാൻ പോകുന്നു. നമുക്ക് 14ാം തീയതി സൂര്യനാണ് ആദ്യം ഇടവൻ രാശിയിലേക്ക് മാറുന്നത്. ഇടവക്കൂറുകാർ മനസ്സിലാക്കണം, 4ാം ഭാവാധിപതിയായിട്ടുള്ള ആദിത്യൻ എനിക്ക് ഈ വരുന്ന മെയ് 14ാം തീയതി ഇങ്ങോട്ട് വരുന്നു. ഒരു മാസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കക്ഷി മിഥുനം രാശിയിലേക്ക് മാറും സൂര്യൻ. വ്യാഴം മാറത്തില്ല, ശനി മാറത്തില്ല. ശുക്രനും ബുധനും അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇടവൻ രാശിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വയുടെ സ്ഥിതിയും ഇപ്പം നമുക്ക് 3ാം ഭാവത്തിലാണ്, കേതു 4ാം ഭാവത്തിലാണ്. കേതു 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് 1.5 വർഷത്തേക്കാണ് കേതുവിൻ്റെ രാശിമാറ്റം വരാൻ പോകുന്നത്. ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, 4ാം ഭാവാധിപതി ആദിത്യൻ ജന്മത്തിൽ, ശുക്രനും ബുധനും 12ൽ, ശനി 11ൽ. അപ്പോൾ 12ൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് വമ്പിച്ച പാഴ്ചെലവ് ഉണ്ടാകുന്നതിനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ബുധൻ 12ൽ നിൽക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം, പരീക്ഷ, ഇൻ്റർവ്യൂ വിജയം കാര്യങ്ങളിലൊക്കെ ശ്രമിക്കുന്നവർക്ക് ചെറിയൊരു പ്രയാസം ഈ ഒരു മാസം പറയുന്നുണ്ട്. 3ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് 7ാം ഭാവാധിപതി ആയതുകൊണ്ട് ഭാര്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, കലഹങ്ങൾക്ക്, ദാമ്പത്യ ദുരിതങ്ങൾക്ക്, പിണങ്ങിപ്പോക്കലുകൾക്ക്, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വരുന്ന മേടമാസത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. വീട് നിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലോ വീട് പണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ കാര്യം ആലോചിക്കരുത്. നിങ്ങളുടെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ വെച്ചിട്ട് വേണം ശിലാസ്ഥാപന കർമ്മങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യാൻ. വീട് മേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേരിലോട്ട് മാത്രം മേടിച്ച് വെക്കരുത്, അത് ദുരിതമായിട്ട് മാറും. വാഹനമാണെങ്കിലും ദോഷമായിട്ട് മാറും. അപ്പം ഗൃഹവാഹന യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. വസ്തു വിൽപ്പന ഉണ്ടെങ്കിൽ തന്നെയും അതും കുറച്ച് കാലത്തേക്കൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. നഷ്ടത്തിലായിരിക്കും അത് പോകുന്നത്. അപ്പം ഇടവക്കൂറുകാർക്ക് ആദിത്യൻ നിപ്പുണ്ട്, ധനസ്ഥാനത്ത് വ്യാഴമുണ്ട്. അപ്പം ധനപുരോഗതി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വരവും ചെലവും ഒരുപോലെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്.
അപ്പം നിങ്ങൾ ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നാഗപ്രീതിയാണ് പ്രധാനമായിട്ട് വരുത്തേണ്ടത്. അതുകൂടാതെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് യോഗകാരകനായിട്ടുള്ള ശനിയാണ്. ശനിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക്, ഇടവക്കൂറുകാർക്ക് എവിടെ ശനി നിന്നാലും ദോഷമില്ലാത്ത നക്ഷത്രക്കാരാണ് ഇടവക്കൂറുകാർ. അപ്പം നിങ്ങൾ ശനിപ്രീതി വരുത്തുക. ശനിപ്രീതി വരുത്തുന്നതിന് നീലാഞ്ജന വിളക്ക്, എള്ളുപായസം, ശനീശ്വര പൂജ, അതുപോലെ തന്നെ ശംഖുപുഷ്പം കൊണ്ടുള്ള മാല ചാർത്തുക, ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകൾ നടത്തുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സൂര്യൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ശിവഭജനം ചെയ്യുക. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിം സദാശിവം, അല്ലെങ്കിൽ ജപാകുസുമ സംകാശം കാശിപേയം മഹാദുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം എന്ന് പറയുന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ മാസം നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വളരെയധികം ഉത്തമമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത ദോഷപരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പറ്റുക. ഈ രണ്ടും പറ്റിയില്ലെങ്കിൽ മാത്രം അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ, തൊട്ടടുത്തുള്ള ഗ്രാമക്ഷേത്രങ്ങളിൽ ഒരു 1.5 വർഷത്തേക്ക് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. കർമ്മത്തിൽ രാഹു ഉണ്ട് ഇടവക്കൂറുകാർക്ക്. ഇപ്പം കർമ്മത്തിൽ രാഹു വന്നു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉയർച്ച പറയുന്നുണ്ട്. രാഹു കർമ്മഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും പാപഗ്രഹമായതുകൊണ്ട് നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടി നൂറുംപാലും വഴിപാട് നടത്തുക, ആയില്യം പൂജ നടത്തുക, നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം 3 രാശിക്കാരുടെ ഫലം പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് കന്നി രാശിയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം ആദ്യം പറയാൻ പോകുന്നു. കന്നി രാശിക്കാർക്ക് ഒരു അനുകൂല ഫലം ആദ്യമായിട്ട് പറയുന്നു. വ്യാഴം 10ാം ഭാവത്തിലേക്ക് വരുന്നു, നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് വരുന്നു, നിങ്ങളുടെ തൊഴിൽ സ്ഥാനത്തേക്ക് വരുന്നു. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പുരോഗതി, തൊഴിലിൽ മേൽഗതി, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വിസയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വരുന്നു. സർക്കാർ ജോലി ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അത് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾക്ക് കേതു ഇവിടെയായിരുന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. കേതു മെയ് 18-ാം തീയതി 12ലേക്ക് മാറുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും കുറച്ച് ഭാരം ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും കുറച്ച് കഷ്ടകാലങ്ങളും ഒക്കെ ഉള്ളതൊക്കെ മാറിക്കിട്ടാൻ പോകുന്നതായിട്ടാണ് ഈ ഫലസിദ്ധി പറയുന്നത്. നിങ്ങൾക്ക് 7ാം ഭാവത്തിൽ ശനിയുണ്ട്. അതൊരു കണ്ടകശനി ഭാവമാണെങ്കിൽ പോലും നിങ്ങൾക്ക് 1, 2, 3, 4, 5ാം ഭാവാധിപനാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക് വ്യാഴം 12-ല്, കേതു വ്യാഴം 10-ല്, കേതു 12-ല്, ശനി 7-ല്, രാഹു 6-ല്, ബുധനും ശുക്രനും അഷ്ടമത്തിൽ, ആദിത്യൻ 9-ല്. അപ്പം പൊതുവെ നമുക്ക് ഈ ഒരു ഒറ്റ മാസം വ്യാഴത്തെ കൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഒരു ഫലസിദ്ധി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലസിദ്ധി വരുന്നത് കൊണ്ട് വ്യാഴപ്രീതി വരുത്തുക. കർമ്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വിഷ്ണു ഭഗവാന് പൂജകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പരശുരാമസ്വാമി ക്ഷേത്രത്തിലോ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വഴിപാടുകൾ ചെയ്യുക. വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുക. അതുപോലെ തന്നെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തെ മുക്കാല്, അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് ഇപ്പോഴുള്ള ഒരു 12ാം ഭാവത്തിൽ കേതുവിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഫലസിദ്ധിയാണ് വരുന്നത്. 12ാം ഭാവത്തിൽ കേതു വരിക എന്ന് പറഞ്ഞാൽ ജന്മത്തിൽ നിൽക്കുന്ന കേതു പുറകിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഐശ്വര്യമായിട്ടുള്ള ഒരു ഫലസിദ്ധി വരുന്നുണ്ട്. കണ്ടകശനി ഉണ്ട്. അപ്പോൾ ശനീശ്വര പൂജ അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. നാഗപ്രീതി വരുത്തുക. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. 7, 8 അഷ്ടമാധിപൻ നീചത്തിൽ നിൽക്കുകയാണ് 11-ൽ. അഷ്ടമാധിപൻ നീചത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം വാഹനം കൊണ്ടൊക്കെയുള്ള അപകടങ്ങൾ, ആപത്തുകൾ, മുറിവ് ചതവുകൾ, അഗ്നിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വെൽഡിംഗ് വർക്കുകാർ, പ്ലംബിംഗ് വർക്കുകാർ, ഇലക്ട്രിസിറ്റി വർക്കുകാർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ദോഷ സമയമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഉത്തരത്തെ മുക്കാൽ, അത്തം ചിത്തിര വരുന്നവർക്ക്, ബിൽഡിംഗ് തൊഴിലാളികൾ, ബിൽഡിംഗ് വെച്ച് കൊടുക്കുന്നവർ, അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി ദോഷ സമയമായിട്ടാണ് കാണുന്നത്. എങ്കിലും കർമ്മ പുരോഗതി ഉണ്ട്. അതിന് കർമ്മ പുരോഗതി ചുമ്മാ വരുത്തില്ല. വ്യാഴം കർമ്മത്തിൽ നിൽപ്പുണ്ട്. വ്യാഴപ്രീതി വരുത്തുന്നതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. നീരാഞ്ജന വിളക്ക് കത്തിക്കുക. 12-ൽ നിൽക്കുന്ന കേതുവിന് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ, നിങ്ങൾ താമസിക്കുന്ന വീടിന്
പുറകുവശം വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലുമുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമായിരിക്കും. നമ്മളെപ്പോഴും പുൻവിളക്ക് കത്തിക്കുക എന്ന് പറയത്തില്ലേ, ശിവന് പിൻവിളക്ക് കത്തിക്കുന്നത് പോലെ നമ്മുടെ താമസിക്കുന്ന ഗൃഹത്തിൻ്റെ പുറകുവശം വരുന്ന ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനപുരോഗതി ഉണ്ടാകുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോൾ അത് ചെയ്താൽ വളരെയധികം ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഭദ്രകാളി ദേവി പൂജ നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കന്നിക്കൂറുകാർക്കുടെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് ഉത്തമമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ട് കർക്കിടകൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. കർക്കിടകൂറുകാർക്ക് വ്യാഴം 12 മാറുന്നു, ചൊവ്വ നീചനായിട്ട് കൂടെയുണ്ട്, ആദിത്യൻ 11 നിൽക്കുന്നു, ശുക്രനും ബുധനും കർമ്മത്തിലേക്ക് വരുന്നു. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ദോഷസ്ഥാനത്തുണ്ടെന്ന് വരിൽ വേറെ 2 പേര് രക്ഷിക്കാനും കൂടെ വരും. അപ്പം കർക്കിടകൂറുകാരൊക്കെയാണ്? പുണർത്തത്തിൽക്കാലും പൂയോ ആയില്യ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് യോഗകാരകൻ കൂടിയാണ് ചന്ദ്രലഗ്നം. ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നത്. അപ്പം ചന്ദ്രലഗ്നാൽ നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള ചൊവ്വ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ നീചഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ദോഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ തലങ്ങളിൽ ദുരിതങ്ങൾ ഉണ്ടാവുകയും മനക്ലേശങ്ങൾ ഉണ്ടാവുകയും സ്വസ്ഥതക്കുറവുണ്ടാവുക, പാഴ്ചെലവുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളാണ്. വ്യാഴം 12 ഈശ്വരാധീനം മറിഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമുക്ക് ധനസ്ഥാനത്ത് കേതുവുണ്ട്. അപ്പം ധനസ്ഥാനത്തും പ്രശ്നമുണ്ട്, 12ാം ഭാവത്തും ദോഷങ്ങളുണ്ട്. നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. രാഹു 6ാം ഭാവത്തിലേക്ക് മാറുന്നു, സൂര്യൻ 11 ഒരു മാസത്തേക്ക് മാറുന്നു, കർമ്മത്തിലേക്ക് ശുക്രനും ബുധനും വരുന്നുണ്ട്. അപ്പം കർമ്മത്തിൽ ബുധശുക്ര യോഗം വരുമ്പോഴത്തേക്കിന് അവതാരമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്ര അർച്ചന നടത്തുക, താമരമൊട്ട് വെണ്ണ പുരട്ടിക്കൊണ്ട് ഗണപതി ഹോമം ചെയ്യിക്കുക, അതുപോലെ തന്നെ താമരപ്പൂവിൻ്റെ മാല ചാർത്തുക. വെള്ളിയാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും പ്രത്യേകമായിട്ട് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ കർക്കിടക കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒരു ഗുണമുണ്ട്. ഇച്ചിരി ദോഷഫലങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മനക്ലേശം, കർമ്മഭാഗത്ത് ദുരിതങ്ങൾ, ധനതടസ്സങ്ങൾ, പാഴ്ചെലവുകൾ ഒക്കെയുള്ള ഒരു സമയമാണ്. എങ്കിൽ പോലും നമുക്ക് ഈ കർമ്മത്തിലേക്ക് ബുധശുക്രം വരുന്ന ഒരു ഭാവം ഉള്ളതുകൊണ്ട് നിങ്ങൾ നേരെ പോയിട്ട് ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുക. അവതാരമൂർത്തിയായിട്ടുള്ള വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ട് പ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും. അടുത്തായിട്ട് ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിങ്ങക്കൂറുകാർക്ക് കേതു മെയ് 18 തീയതി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹേതുവില്ലാത്ത ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളും വരുന്നുണ്ട്. പക്ഷേ കേതു എന്ന് പറയുന്ന ഗ്രഹം വാരിക്കോരി കൊടുക്കുമെന്ന് പറയാം. കണ്ണില്ലാത്ത ഒരാളാണ്, കൈ മാത്രമേ ഉള്ളൂ കേതുവിന്. എന്താണോ കൈ കിട്ടുന്നത് ഇത് വാരി ഈ കക്ഷിക്ക് കൊടുക്കും. ആർക്ക്? മകം പൂര ഉത്തരത്തെക്കാലുകാർക്ക്. അപ്പം നിങ്ങൾക്ക് അഷ്ടമശനിയുള്ള സമയമാണ്. വ്യാഴം 11 ഒരു മാസത്തേക്ക് ആദിത്യം കർമ്മത്തിലുണ്ട്, ബുധനും ശുക്രനും നമുക്ക് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഒരുപാട് ഫലസിദ്ധി പറയുന്നുണ്ട്. കേതുവിൻ്റെ ഒരു സ്ഥാനം കൂടിയുണ്ട്. കേതുവിൻ്റെ സ്ഥാനം ഒരു ജ്യോത്സ്യന്മാർക്കും കൃത്യമായി പ്രവചിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം കേതു വന്നു കഴിഞ്ഞാൽ അഖണ്ഡ സാമ്രാജ്യ യോഗവും കോടീശ്വര യോഗവും വരുമെന്നും പറയുന്നുണ്ട്. എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേതു കണക്കില്ലാത്ത ധനം എടുത്ത് കയ്യിലോട്ട് കൊടുക്കും ഈ ആൾക്കാർക്ക്. അതിൻ്റെ കാരണം കേതു എന്താണോ കയ്യിൽ എടുത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് കാണുന്നില്ല എന്താ കൊടുക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദുരിതമാണ് തരുന്നതെങ്കിൽ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നല്ലത് വന്നാൽ വരുന്നത് കോടികളായിരിക്കും, അല്ലെങ്കിൽ ലക്ഷങ്ങളായിരിക്കും. അതുപോലുള്ള ഫലസിദ്ധിയും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നതും അനുഭവങ്ങളിൽ കൂടി കാണിക്കുന്നതും. നമ്മൾ കേതു ദശാകാലമാണ്, ഇനി കുറച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾക്ക് കേതുവിൻ്റെ ഫലം വരുമ്പോൾ അവർക്ക് ചിലപ്പം അതിശക്തമായിട്ടുള്ള ഫലസിദ്ധി, ലോട്ടറി ഭാഗ്യങ്ങൾ പോലെ ഉണ്ടാവുക, ചിലപ്പം വിൽക്കാതെ കിടക്കുന്ന വസ്തുക്കളൊക്കെ വിറ്റുമാറുക, പെട്ടെന്നായിരിക്കും ഒരു തൊഴിലൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പം കേതു വന്നാൽ ഹേതു വേണ്ട എന്നാണ് ജ്യോത്സ്യന്മാരെല്ലാവരും പറയുന്നത്. എന്തിനാ ഹേതു വേണ്ടാത്തേ? ദുരിതം വരാനൊരു ഹേതു വേണ്ട, എന്നാൽ ജീവിതം രക്ഷപ്പെടാനൊരു ഹേതു വേണ്ട. ഒരു കാര്യവും കാണത്തില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് വരെ ആലോചിച്ച് പോകും. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് നമ്മുടെ ലോട്ടറിയോ അതുപോലുള്ള കാര്യങ്ങൾ എടുത്ത് കയ്യിലോട്ട് തരികയോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭാഗ്യം വരികയോ, അല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും നമുക്ക് കൊടുത്തിരിക്കുന്ന പണം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലോട്ട് തരികയോ, അങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് ഭാഗ്യം വരുമെന്ന് പറയാനൊക്കത്തില്ല. അത്ര ഐശ്വര്യപ്രദമായിരിക്കും നിങ്ങൾക്ക് ഫലസിദ്ധി. ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട്, അഷ്ടമത്തിൽ ശനിയുണ്ട്, ഭാഗ്യസ്ഥാനത്ത് ബുധശുക്ര യോഗമുണ്ട്, കർമ്മത്തിൽ ആദിത്യനുണ്ട്, 7ാം ഭാവത്തിൽ രാഹുവുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാരിഷ്ടതകൾ ഉണ്ടാകാനും കാരണമില്ലാത്ത ചില പ്രശ്നങ്ങളിൽ ചെന്നുവിടാനും, നമുക്ക് എന്തെങ്കിലും രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അതൊക്കെ മൂർച്ഛിക്കാനും, ഭാര്യാകുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും, വിവാഹ തടസ്സം വരാനുണ്ടാകും, വിവാഹം മംഗളകാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി തടസ്സങ്ങൾ വരാനും ഒക്കെയുള്ള
സാധ്യത കാണുന്നുണ്ട്. യോഗകാരകൻ 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ലാണ് നിൽക്കുന്നതെന്നും കൂടി മനസ്സിലാക്കുക. അപ്പം ഗുണദോഷ സമ്മിശ്രമായ ഫലസിദ്ധി വരുന്നുണ്ട്. നിങ്ങൾ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേതുവിൻ്റെ ഒരു ഫലസിദ്ധി അനുകൂലമായിട്ട് വരും. അഷ്ടദ്രവ്യ ഗണപതി ഹോമം വെച്ചാൽ 8 ദ്രവ്യങ്ങൾ ചേരുന്ന കറുക, മുക്കുറ്റി, എള്ള്, നെല്ല്, നെയ്യ്, തേങ്ങാപ്പൂള്, കൂവളച്ചമത, തെറ്റിപ്പൂവ്, അഷ്ടദ്രവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പൂള്, അവര് മലരൊക്കെ ഉള്ള അത്, അങ്ങനെ 8 കൂട്ടം ദ്രവ്യം വെച്ചുകൊണ്ട് നിങ്ങൾ 1.5 വർഷത്തേക്ക് ഗണപതി ഹോമം ചെയ്യുക. ഭാര്യാ കുടുംബത്തിലുള്ള നാഗദൈവങ്ങൾക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യാ കുടുംബത്തിലുള്ള നാഗദൈവങ്ങൾക്ക് മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി വഴിപാടുകൾ നടത്തി അഭിഷേകം നടത്താൻ പറ്റുന്നെങ്കിൽ പോയി നടത്തിയോ ഉറപ്പായിട്ടും ഐശ്വര്യം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 11-ൽ വ്യാഴം നിപ്പുണ്ട്. അതുകൂടാതെ 4-ാം ഭാവാധിപതി 12-ൽ ചൊവ്വ നിപ്പുള്ളത് കൊണ്ട് ഭദ്രകാളി, കുടുംബക്ഷേത്രത്തിലുള്ള ഭദ്രകാളി, അത് കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്മയുടെ കുടുംബക്ഷേത്രമായിരിക്കണം. അമ്മയുടെ കുടുംബത്തിലുള്ള ഭദ്രകാളി ദേവിക്ക് ചുവന്ന പൂവിൻ്റെ മാല ചാർത്തി കുങ്കുമ അർച്ചന ചെയ്ത് രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നിവേദിച്ച് എല്ലാ മാസവും വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് 100% ഫലസിദ്ധിയായിരിക്കും. കേതു വന്നതുകൊണ്ട് ഹേതു വേണ്ട എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഗണപതി ഹോമം ചെയ്തു നോക്കിക്കോ. കേതു എടുത്തു തരുന്നത് അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് തുലാക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് പെട്ടെന്ന് ഞാൻ നോക്കുമെന്ന് പറയുന്നു. വ്യാഴം 9-ലേക്ക്, സൂര്യൻ അഷ്ടമത്തിലേക്ക്, ബുധനും ശുക്രനും 7-ാം ഭാവത്തിലേക്ക്, ശനി 6-ലേക്ക്, രാഹു 1, 2, 3, 4, 5-ലേക്ക്, കേതു 11-ലേക്ക്. ഇത് നമ്മൾ കൃത്യമായി സ്ഥിരമായിട്ട് ഈ രാശിചക്രങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നോക്കാതെ പോലും പറയാൻ പറ്റും. നമ്മുടെ ഒരു മേന്മയെ പറയുകയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷം നോക്കുമ്പോൾ ഈ വരച്ചേക്കുന്നത് തന്നെ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് കൈ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, തുലാക്കൂറുകളിൽ വരുന്ന ആരൊക്കെയാണ്? ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് 9-ാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ 7-ാം ഭാവത്തിൽ വരുന്നുണ്ട്. ചിന്തിക്കുക, ലഗ്നാധിപൻ തുലാം ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് ചന്ദ്രലഗ്നാധിപൻ ശുക്രൻ 7-ാം ഭാവത്തിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ലക്ഷ്മി യോഗം, സരസ്വതി യോഗം, മഹാഭാഗ്യ യോഗം, സർവൈശ്വര്യം, അഖണ്ഡ സാമ്രാജ്യ യോഗം, രാജയോഗം, ഇതെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു തുലാക്കൂറുകാര് ചിത്തിരേരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം, ബുധനും ശുക്രനും 7-ാം ഭാവത്തിൽ, ശനി 6-ല്, 1, 2, 5-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ കേതു. അപ്പോൾ ഗുണഫലങ്ങൾ ആദ്യം പറയുന്നു. ഭാഗ്യവർദ്ധനവുണ്ടാകുക, ഭാഗ്യം കൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് വരിക, തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, പഠിക്കുന്ന കുട്ടികൾക്ക് മേൽഗതി ഉണ്ടാവുക, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുക, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ വിജയം ഉണ്ടാവുക, നമുക്ക് തൊഴിലിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവുക, അതുപോലെയുള്ള ഗുണങ്ങളുണ്ടാവുക, പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിക്കുക, കല്യാണം നടക്കാൻ തടസ്സമുള്ളവർക്ക്, നേരത്തെ മേടക്കൂറുകാർക്ക് പറഞ്ഞ അതേ ഫലം തന്നെ ഇവർക്കും പറയണം. അതിനേക്കാൾ ഡബിൾ പറയും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യാഴം 3-ലാണ്, ഇവർക്ക് വ്യാഴം 9-ലാണ്. 9-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമ്മളതിനെ കണക്കൂട്ടരുത്. കാരണം 12 വർഷത്തിൽ ഒരിക്കലേ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരത്തുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് കിട്ടുന്നത് പോയി മേടിച്ചെടുത്തോണം. നമ്മൾ ഭാഗ്യം വ്യാഴം അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മളൊരു വീട്ടിൽ തുണി അലക്കിയിട്ടിട്ട് ബക്കറ്റിലിട്ട് വെച്ചിരിക്കുക, നല്ല വെയിലുണ്ട്, തുണി ഉണങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുണി കൊണ്ട് വിരിച്ചിടണം, വെയിലത്ത് വിരിച്ചിടണം. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോയി ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന നടത്തണം. വിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തിയോടുകൂടി നടത്തണം, പ്രാർത്ഥനയോടുകൂടി നടത്തണം, നിസ്വാർത്ഥമായി നടത്തണം. എങ്കിൽ ഫലസിദ്ധി ഉറപ്പായിട്ടും ഉണ്ടാകും. ബുധശുക്ര യോഗം 7-ാം ഭാവത്തിൽ 1 മാസത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അപ്പുറത്തേക്കുള്ള ഫലസിദ്ധിയായിരിക്കും. 11-ൽ ലാഭസ്ഥാനത്ത് കേതു ഉണ്ടെങ്കിലും 5-ാം ഭാവം മനസ്സ് സന്താന ഭാവത്തേക്ക് രാഹുവിൻ്റെ സ്ഥിതി, പാപഗ്രഹങ്ങൾ 5-ാം ഭാവത്തിലും ലാഭസ്ഥാനത്ത് കേതു ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും വെല്ലുന്ന ആളുകൾ അപ്പുറവും ഇപ്പുറവും നമ്മളിൽ നിന്ന്, നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കഞ്ചം അങ്കപ്പാറ് കണ്ണാന്ന് പറയും, കൊഞ്ചം ഇങ്കപ്പാറ് കണ്ണാന്ന് പറയും. അപ്പോൾ ഈ 2 പേര് അവിടെ ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശി മാറ്റം, ചന്ദ്രൻ്റെ രാശി 1 മാസത്തിൽ നമുക്കിവിടെ വരും. നിങ്ങൾക്കിപ്പം ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് രാജയോഗം സംഭവിക്കും ഇവർക്ക്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും വീണ്ടും രാജയോഗം സംഭവിക്കും. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ വീണ്ടും രാജയോഗം സംഭവിക്കും. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ വീണ്ടും രാജയോഗം സംഭവിക്കും. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഇവിടെ വരുമ്പോഴും രാജയോഗം സംഭവിക്കും. ഇവിടെ വരുമ്പോഴും രാജയോഗം സംഭവിക്കും.
അതിൻ്റെ കാരണം ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ, വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവത്തിൽ എപ്പോൾ മാറുന്നോ അപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും. അപ്പോൾ ദോഷപരിഹാരമായിട്ട് 11-ൽ കേതു നിൽക്കുന്നതിനാൽ, ലാഭസ്ഥാനത്തേക്ക് കേതു വന്നതിനാൽ നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി വരുത്തുക. ശനി 6-ാം ഭാവത്തിലാണ്, നമ്മളെ യാതൊരു ശല്യം ചെയ്യാതെ ആൾ മാറി അവിടെ പോയി നിൽക്കുവാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പം കണ്ടകശിനി ദോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ശനിയുടെ കാര്യത്തിലേക്ക് പോകണ്ട. നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചനയും നെയ്വിളക്ക് അതുപോലെ കദളിപ്പഴ നിവേദ്യം പോലുള്ള വഴിപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാരുടെ ഫലം പറയുന്നത് നോക്കിക്കൊള്ളുക. വൃശ്ചികക്കൂറുകാർക്ക് എന്നെ വഴക്കൊന്നും പറയരുത്. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലോട്ടാണ് മാറുന്നത്, ഇച്ചിരി ദോഷസ്ഥാനത്താണ് മാറുന്നത്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും നക്ഷത്രക്കാർക്ക് ഈ പൊതുവെ ദോഷഫലം പറയുമ്പം ദോഷഫലത്തിലുള്ള നക്ഷത്രക്കാർക്ക് നമ്മളോട് ദേഷ്യം വരും. ഇയാൾ ഇത്രയും നേരം നല്ലതെല്ലാം പറഞ്ഞ് മറ്റുള്ളവർക്കല്ല, എനിക്ക് മാത്രം ദോഷം പറയുന്നത് എന്താ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ഈ ദോഷം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥിതിയാണ് പറയുന്നത്. വ്യാഴം അഷ്ടമത്തിൽ പോയല്ലോ, അതുപോലെ തന്നെ നീചഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചന്ദ്രലഗ്നാധിപൻ നീചഭാവത്തിലാണ്. കർമ്മത്തിൽ കേതു, 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, അപ്പം ശുക്രനും ബുധനും 6-ാം ഭാവത്തിൽ. അപ്പം ഈ മാസം ഒന്ന് സൂക്ഷിച്ചോളുക, അപ്പം നല്ലതുപോലെ സൂക്ഷിച്ചോളുക. അപ്പം നമുക്ക് ദോഷപരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്, കർമാധിപൻ നമ്മളെ സൃഷ്ടിയുണ്ട്. അതാ പറഞ്ഞാൽ ആരും എല്ലാവരോടും ഉപേക്ഷിച്ച് ആരും പോകത്തൊന്നുമില്ല. സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് നമുക്ക് ഈ ഒരു മാസത്തേക്ക്. ഇടവത്തിലേക്ക് ഈ വൃശ്ചികത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് കർമാധിപനും കൂടി ആയതുകൊണ്ട് ശിവഭജനം മുടക്കാതെ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ ഓം നമഃശിവായ ഒരു 108 തവണ ചെയ്യുക, ജപിക്കുക. പിന്നെ ശിവക്ഷേത്ര ദർശനം രാവിലെ പോയി നടത്തുക. പറ്റുന്നില്ലെന്ന് വരിയിൽ വീട്ടിൽ തന്നെ ഒരു കാണിക്ക വഞ്ചി വെച്ചിട്ട് ഓം നമഃശിവായ ജപിച്ചിട്ട് ഒരു നാണയം ജപിച്ച് അതിനകത്തിടുക. കുറച്ച് ഭസ്മം തൊട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വഴിപാട് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങളുണ്ടെങ്കിൽ ആ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമാകുക തന്നെ ചെയ്യും. അപ്പം വൃശ്ചികക്കൂറുകാർക്ക് പൊതുവേ നമുക്ക് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടുള്ള ഫലസിദ്ധികളാണ് കൂടുതൽ കാണിക്കുന്നത്. എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനുക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ധനുക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് കേതു, 7-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ശനി, 5-ൽ ബുധശുക്രൻ, ആദിത്യൻ 6-ൽ. അപ്പം ഭാഗ്യം 6-ാം ഭാവത്തിലേക്ക് മാറുന്നു, ഭാഗ്യം ഇച്ചിരി കുറയുന്നു. ലഗ്നാധിപനും 4-ാം ഭാവാധിപനുള്ള വ്യാഴം നേരെ നമുക്ക് 7-ാം ഭാവത്തിലേക്ക് വരുന്നു. മിഥുനക്കൂറുകാർ, ഈ ധനുക്കൂറുകാർ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷത്തിലൊരിക്കലാണ് നമുക്ക് 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വരത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ 12 വർഷം കഴിയും വീണ്ടും തിരിച്ചു വരാൻ, 2037 വരും. 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന ഏതൊരു കാര്യത്തിലും അനുകൂലം. 7-ാം ഭാവം കൊണ്ട് ഭാര്യ, വിവാഹം, മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ, ക്ഷേത്ര ദർശനം, പുണ്യതീർത്ഥ ദർശനം, സൗഭാഗ്യം, അതുപോലുള്ള അനുകൂലമായിട്ടുള്ള വസ്ത്ര ആഭരണ ലാഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കണം. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലുകാർക്ക് ശനി 4-ാം ഭാവത്തിലുണ്ടെങ്കിലും ശനി 4-ാം ഭാവത്തിലുണ്ട്, ഭാഗ്യസ്ഥാനത്ത് കേതുണ്ട്. ഇത് നിങ്ങൾക്ക് ദോഷമാണ്. അതുകൊണ്ട് 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ 4-ാം ഭാവം വെച്ചാൽ ഗൃഹം ചിന്തിക്കുക. നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ നീലാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് ഗണപതി ഹോമം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ നടത്തുക. ഇതാണ് നിങ്ങൾക്ക് ദോഷത്തിനുള്ള പരിഹാരം. അനുകൂലമായിട്ട് വ്യാഴം നിൽപ്പുണ്ട്, യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല. ബുധനും ശുക്രനും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു മാസത്തേക്ക്. അപ്പം ചൊവ്വ 5-ാം ഭാവാധിപൻ നീചത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവം നീചത്തിൽ നിന്ന് കഴിഞ്ഞാൽ സന്താനത്തിന് ദുരിതങ്ങൾ, മനക്ലേശങ്ങൾ, അതുപോലെ തന്നെ വിഷമസ്ഥിതികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ നിന്നും പറയാനുള്ളത്. ഭാഗ്യസ്ഥാനത്തിൻ്റെ കാര്യത്തിൻ്റെ ദോഷപരിഹാരം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് മകരക്കൂറുകാരുടെ ഫലം പറയുന്നുണ്ട്. മകരക്കൂറുകാരെ ചിന്തിക്കണം. നിങ്ങൾക്ക് വൃശ്ചികക്കൂറുകാർക്ക് പറഞ്ഞതുപോലെ തന്നെയുള്ള കുറച്ച് ദോഷഫലങ്ങളാണ് കാണിക്കുന്നത്. എങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനസ്ഥാനത്തേക്ക് രാഹു ഉണ്ട്, അഷ്ടമത്തിൽ കേതു, ചൊവ്വയാണ് ദൃഷ്ടിയുള്ളത്, ചൊവ്വ നീചനാണ്, വ്യാഴം 6-ാം ഭാവത്തിലാണ്. പിന്നുള്ളൊരു അനുകൂല ഫലം പറയുന്നത് ബുധനും ശുക്രനും 4-ാം ഭാവത്തിലുണ്ട്. 4-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ 10-ാം ഭാവത്തിലോട്ടാണ് ഇവരുടെ ദൃഷ്ടി. അപ്പം കർമ്മ പുരോഗതിയും തൊഴിൽപരമായിട്ടുള്ള മെച്ചവും അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, വിദ്യ കൊണ്ട് ഗുണം, തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, മംഗല്യയോഗം, ഭാഗ്യയോഗം, ഇങ്ങനെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട്. മകരക്കൂറുകാർക്ക് കർമ്മത്തിലേക്ക് ബുധശുക്രൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട്
വ്യാഴം 6ാം ഭാവത്തിലേക്ക് മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഒരു വർഷത്തേക്ക് നമുക്ക് ദൈവാധീനം കുറച്ച് കുറവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് വ്യാഴം ഇങ്ങോട്ട് മാറാൻ നേരത്തെ പറഞ്ഞ കണക്ക് 12 വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. ഇപ്പോഴല്ല, ഒരു വർഷം കഴിയും. അപ്പം ഈ ഒരു വർഷം നമുക്ക് ശനി 3ാം ഭാവത്തിലാണ്. ശനി 3ാം ഭാവത്തിൽ നിന്നാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം കുടുംബപരമായിട്ടുള്ള പുരോഗതിയും കുടുംബധന സ്വത്തുക്കൾക്കൊക്കെയുള്ള ഒരു ഗുണഫലങ്ങളും പറയുന്നുണ്ട്, ധനയോഗം പറയുന്നുണ്ട്. വ്യാഴം മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വ്യാഴ പുരോഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ ചെയ്യുക, ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, ഗണപതി ഹോമം ചെയ്യുക. ഇത്രയും വഴിപാടാണ് മകരക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് രാഹു ജന്മത്തിൽ വരികയാണ്, കേതു 7ാം ഭാവത്തിൽ വരികയാണ്. രാഹു ജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള ശിരോരോഗങ്ങൾ, അലച്ചിലുകൾ, ടെൻഷനുകൾ, സ്വസ്ഥതക്കുറവൊക്കെ ഉണ്ടാകാനും ഭാര്യ കലഹങ്ങളുണ്ടാകാനും ദാമ്പത്യ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത രാഹുകേതുക്കളുടെ രാശിമാറ്റം കൊണ്ട് പറയുന്നുണ്ട്. ജന്മത്തിലേക്ക് രാഹു 7ൽ കേതു. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ദൃഷ്ടിയുണ്ട് വ്യാഴത്തിൻ്റെ. വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വ്യാഴപ്രീതി വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും പരിഹാരമാകുക തന്നെ ചെയ്യും. ധനസ്ഥാനത്ത് രാഹു വന്നതുകൊണ്ട് ധനസ്ഥാനത്ത് ശനി വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം കുംഭലഗ്നാധിപനും കൂടിയാണ് ശനി. കുംഭലഗ്നാധിപൻ 2ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ വമ്പിച്ച ധനയോഗം ഉണ്ടാകും, ഭാഗ്യവർദ്ധനം ഉണ്ടാകും, മനസ്സിന് സന്തോഷമുള്ള പ്രവൃത്തികൾ വന്നു ചേരും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാകും, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ 12ാം ഭാവാധിപതിയും കൂടി ചേർന്നാണ് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്, ധനസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. അപ്പോൾ തൊഴിൽ മാറ്റം ശ്രമിക്കുന്ന കുംഭക്കൂറുകാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് വരുന്ന കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പറയുന്നത്. ഏറ്റവും അനുകൂലമായിട്ട് വ്യാഴം നിൽപ്പുണ്ട്. വ്യാഴം അവിടെ നിന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ ചെയ്യുക, നീലാഞ്ജന വിളക്ക് കത്തിക്കുക, 7 കണ്ടാശകാല ശനിയുണ്ട്, നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്യുക. കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിക്ക്, അമ്മയുടെ കുടുംബക്ഷേത്രത്തിലുള്ള ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലികൾ നടത്തി പ്രാർത്ഥിക്കുക. മീനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ശനി, 4ൽ വ്യാഴം, ധനസ്ഥാനത്ത് ബുധശുക്രൻ, 3ാം ഭാവത്തിൽ സഹോദര സ്ഥാനത്ത് ആദിത്യൻ, 5ാം ഭാവത്തിൽ ചൊവ്വ, 6ാം ഭാവത്തിൽ കേതു, 12ൽ രാഹു. പൊതുവെ അവിയൽ ഉണ്ടാക്കിയ പരിവമാണ് ഈ ഒരു സമയം. ശനി നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. 12ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. 12ാം ഭാവാധിപതി നമ്മുടെ കൂടെ വരുമ്പം കയ്യിരിക്കുന്ന കാശ് ഇങ്ങനെ ചിലവാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വന്നുകൊണ്ടേയിരിക്കും. ബന്ധുക്കളൊക്കെ ഇനി പോരും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഡബിൾ പൈസ ചിലവാകും. അപ്പം പണച്ചെലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എത്ര തടയാൻ ശ്രമിച്ചാലും വന്നുകൊണ്ടേയിരിക്കും. പൈസയും വരും, അതുപോലെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 4ാം ഭാവത്തിൽ വ്യാഴം, അതുകൊണ്ട് ഗൃഹം യോഗം, വീട് മേടിക്കാൻ ആഗ്രഹിക്കുക, വീട് വിൽക്കാൻ ആഗ്രഹിക്കുക, ഇത് രണ്ടിനും അനുകൂലമായിട്ടുള്ള ഫലം. വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുക, വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുക, ഇതിന് അനുകൂലമായ സ്ഥലം. നമ്മുടെ കയ്യിലുള്ള വണ്ടി മാറ്റി വേറൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയം. വസ്ത്രാഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയം. 4ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ മാതാവിന് ഗുണം ഉണ്ടാവുക, വാഹന ലാഭം ഉണ്ടാവുക, ഗൃഹം, രാജയോഗ ഫലങ്ങൾ, കുടുംബസൗഖ്യം ഉണ്ടാവുക എന്നൊക്കെയാണ് അതിൻ്റെ ഫലസിദ്ധി പറയുന്നത്. നിങ്ങൾക്ക് 6ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് രോഗാരിഷ്ടതകൾ സൂക്ഷിക്കുക. രോഗങ്ങൾ, ഹേതുവില്ലാത്ത രോഗങ്ങൾ വരിക, ഒന്നും വേണ്ട, ഒരു ശ്വാസം മുട്ടൽ വരിക, ഒരു ഹോസ്പിറ്റലിൽ പോവുക, ഉടൻ തന്നെ 1-2 ലക്ഷം രൂപ അവിടെ അങ്ങ് ചിലവാകും. പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നും കാണത്തില്ല. അപ്പം അതൊന്ന് സൂക്ഷിച്ച് കണ്ട് പെരുമാറുക എന്നുള്ളതാണ്. രോഗങ്ങളെ സൂക്ഷിക്കുക. ധനനഷ്ടഭാവം പറയുന്നുണ്ട്. അപ്പം മനസ്സിന് വിഷമുണ്ടാകുന്ന ചില സംഗതികളും ഈ മാസത്തിൽ വന്നു ചേരാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം 2ാം ഭാവം, പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിലുള്ള ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക, നീലാഞ്ജന വിളക്ക് നടത്തുക, വീടിൻ്റെ പുറകിലുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് നാഗദൈവപ്രീതി വരുത്തുക. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തെക്ക് ദിക്കിലുള്ള ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് പൂജകൾ ചെയ്യുക. തെക്ക് ദിക്കിലുള്ള ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരമാവുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.